Hello, good morning. Welcome to Learning Now. നമ്മൾ ഈ ഒരു വീഡിയോയിൽ കീം +1 സയൻസ് ഫിസിക്സിലെ യൂണിറ്റ് 7 പ്രോപ്പർട്ടീസ് ഓഫ് ബൾക്ക് മാറ്റർ എന്നുള്ള ഒരു വലിയൊരു യൂണിറ്റിലുള്ള അടുത്തൊരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ സർഫസ് എനർജി അതുപോലെ തന്നെ സർഫസ് ടെൻഷൻ അതിന്റെ കുറെ ആപ്ലിക്കേഷൻസ് കാപ്പിലാരിറ്റി ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അടുത്ത നമ്മൾ നോക്കുന്ന ഒരു ടേം ആണ് സർഫേസ് ടെൻഷൻ എന്ന് പറഞ്ഞാൽ. എന്താണ് സർഫസ് ടെൻഷൻ എന്ന് നോക്കാം. ഓക്കെ, it is the phenomenon that occurs when the surface of a liquid comes into contact with another phase. ഓക്കെ, അപ്പോൾ ഇത് എവിടെ നമുക്ക് ഒക്കർ ആവുന്നത് അല്ലെങ്കിൽ ഇത് എവിടെ നമുക്ക് കാണാൻ പറ്റുന്നു പറഞ്ഞെങ്കിൽ ഒരു ലിക്വിഡിന്റെ സർഫേസ് എന്ന് പറയുന്നത് വേറൊരു ഫേസ്, ഒരു ലിക്വിഡ് ആകാം, എന്ത് വേണമെങ്കിലും ആകാം. ഓക്കെ, അതുമായിട്ട് ഒരു കോൺടാക്ട് വരുമ്പോഴാണ് നമുക്ക് ഒരു സർഫേസ് ടെൻഷൻ എന്ന് പറയുന്നത് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ അതല്ലെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ലിക്വിഡ്സ് അപ്പിയർ ടു ഹാവ് എ സ്മോളസ്റ്റ് പോസിബിൾ സർഫേസ് ഏരിയ. ആ ലിക്വിഡ്സിന് സ്മോളസ്റ്റ് പോസിബിൾ സർഫേസ് ഏരിയ ഒക്യുവർ ചെയ്താണ് നമുക്ക് ഈ പറയുന്ന സർഫസ് ടെൻഷനിലേക്ക് റിലേറ്റഡ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ അതൊരു എലാസ്റ്റിക് ഷീറ്റ് ആയിട്ടായിരിക്കും ഈ ലിക്വിഡിന്റെ സർഫേസ് നമുക്ക് കാണപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഇക്വിലിബ്രിയം, ആ ഒരു ഇക്വിലിബ്രിയത്തിൽ വരുമ്പോൾ ദ ഫോഴ്സ് ആക്ടിംഗ് ഓൺ എനി അതർ പെർ യൂണിറ്റ് ലെങ്ത് ഓഫ് ആൻ ഇമാജിനറി ലൈൻ on an independent surface of the fluid which is perpendicular to the line and the direction of the tangent line to the surface is called surface tension. അപ്പോൾ നമുക്ക് ടെൻഷൻ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും വലിയൊരു എക്സ്പ്ലനേഷൻ തന്നിരിക്കുന്നത് അല്ലേ. ഒന്നുമല്ല, നമുക്ക് ഒരു ഇക്വിലിബ്രിയത്തിലാകുമ്പോൾ ഒരു യൂണിറ്റ് ലെങ്ത്തിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു ഇമാജിനറി ലൈൻ ആയിട്ട് നമ്മൾ ആ ഒരു യൂണിറ്റ് ലെങ്ത്തിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് അത് ആ ഒരു സർഫേസ് ഓഫ് ദ ഫ്ലൂയിഡിന് ഇൻഡിപെൻഡന്റ് ആയിരിക്കും. ആ പറയുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ആ ഒരു ലൈനിന് പെർപെൻഡിക്കുലറും ആ ഒരു ടാൻജന്റ് ലൈനിന്റെ ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിരിക്കും എന്നാണ് പറയുന്നത്. ആ ഒരു സർഫേസ് ഓഫ് ടാൻജന്റിന് ടാൻജന്റ് ആയിട്ട് ആ ലൈനിന് നമുക്ക് പെർപെൻഡിക്കുലർ ആയിരിക്കും എന്നാണ് പറയുന്നത്. അതാണ് സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എന്ന് പറയുന്നത് ഒന്നല്ലെങ്കിൽ സിഗ്മ എന്ന് ഡിനോട്ട് ചെയ്യും, അതല്ലെങ്കിൽ ക്യാപിറ്റൽ ടി. ഈ രണ്ട് ലെറ്ററിലും നമുക്ക് ഈ പറയുന്ന സർഫസ് ടെൻഷൻ ഡിനോട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതിൽ വരുന്ന ഒരു ഇക്വേഷൻ ആണ് നമുക്ക് നോക്കുന്നത്. അപ്പൊ മാത്തമാറ്റിക്കലി സർഫസ് ടെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ഫോഴ്സ് ആക്ടിംഗ് ഓൺ എ സർഫേസ് ആൻഡ് ലെങ്ത് ഓഫ് ദ സർഫേസ് അല്ലെ. ആ ഒരു ഫോഴ്സ്, ആ ഒരു സർഫേസിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സും അതേപോലെ തന്നെ ഒരു ലെങ്ത്തിലും വരുന്ന റിലേഷൻ ആണ് നമുക്ക് സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത്. സോ ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് T is equal to F/L ആണ്. ഓക്കെ, അതല്ലെങ്കിൽ നമുക്ക് വർക്ക് ഡൺ ആ ഒരു ഇതിൽ പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ദ വർക്ക് ഡൺ W ടു ദ ചേഞ്ചിങ് ഏരിയ ഓഫ് ദ സർഫേസ്. അപ്പോൾ T is equal to W by area. വർക്ക് ഡണ്ണും ആ ഒരു ഏരിയ ചേഞ്ച് തമ്മിലുള്ള ഒരു റേഷ്യോ ആണെന്നും കൂടെ നമുക്ക് പറയാം. ഓക്കെ, ഇതിന്റെ യൂണിറ്റ് എന്താണെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇറ്റ് ഈസ് യൂണിറ്റ് ന്യൂട്ടൺ പെർ മീറ്റർ ആണ് അല്ലെ. ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ന്യൂട്ടണിലാണ് മെഷർ ചെയ്യുന്നത്, ലെങ്ത് എന്ന് പറയുന്നത് മീറ്ററിലാണ്. സോ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ പെർ മീറ്റർ ആണ്. SI യൂണിറ്റ് CGS നമ്മൾ പറയുമ്പോൾ 9 സെന്റിമീറ്റർ ആണ് നമുക്ക് വരുന്നത്. ഓക്കെ, ഇതാണ് സർഫസ് ടെൻഷന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ സർഫസ് ടെൻഷൻ എന്താണ് കാരണം നമുക്ക് നോക്കാം. ഓക്കെ, ഇറ്റ് ഈസ് കോസ്ഡ് ബൈ കോഹസീവ് ഫോഴ്സസ് ബിറ്റ്വീൻ ലിക്വിഡ് മോളിക്യൂൾസ്. ആ രണ്ട് ലിക്വിഡ് മോളിക്യൂൾസ് തമ്മിൽ ഉണ്ടാകുന്ന ഒരു കൊഹസീവ് ഫോഴ്സ് കാരണമാണ് നമുക്ക് സർഫസ് ടെൻഷൻ ഉണ്ടാകുന്നത് പറയാം. ഓക്കെ, അപ്പോൾ ഒരു മോളിക്യൂൾസ്, ആ ഒരു സർഫസ് ലാക്കിൽ ഉണ്ടാകുന്ന മോളിക്യൂൾസ് എന്ന് പറയുന്നത് എല്ലാ ഡയറക്ഷൻസിലും, രണ്ട് ഡയറക്ഷൻസിലും ഉണ്ടാകും അല്ലെ. അപ്പൊ അതെന്ത് ചെയ്യുന്നുണ്ട്? കൂടുതലായിട്ട് ക്ലോസ് ആയിട്ട് കൊഫിയർ ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊരു അലൈൻ ചെയ്തിട്ട് ഒരു സർഫേസിൽ ഇതിന്റെ പർട്ടിക്കുലർ ഇതിൽ അലൈൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് നമുക്കൊരു തിൻ ഫിലിം ക്രിയേറ്റ് ആകുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആ ഒരു മൂവിങ് ഒബ്ജക്റ്റുകളുടെ ആ ഒരു സർഫേസ് എന്ന് പറയുന്നത് കൂടുതൽ ഡിഫിക്കൽട്ട് ആയിരിക്കും മൂവ് ചെയ്യാനായിട്ട് അല്ലെ. കാരണം ഫുള്ളി മെർജ്ഡ് ആയിരിക്കും, സബ്മെർജ്ഡ് ആയിരിക്കും. അപ്പൊ നമുക്ക് അവിടെ ഒരു തിൻ ഫിലിം ഉള്ളതുകൊണ്ട് കൂടുതലായിട്ട് മൂവ് ചെയ്യാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെ കാരണമാണ് നമുക്ക് സർഫസ് ടെൻഷൻ അവിടെ ഒക്യുർ ആകുന്നത്. സോ ഹൗ ടു മെഷർ ദ സർഫസ് ടെൻഷൻ? കുറേ മെത്തേഡുകളുണ്ട്. അപ്പൊ നമുക്ക് ഈ മെത്തേഡുകളൊന്നും പഠിക്കാനില്ല, ജസ്റ്റ് പേരുകൾ മാത്രം ഒന്ന് മനസ്സിലാക്കിയാൽ മതി. capillary rise method, bubble pressure method, spinning drop method, Duino Pade method, Duino ring method, stalagmometer metric method, sessile drop method. ഇതൊക്കെ അവരുടെ ആ ഒരു സയന്റിസ്റ്റുകളുടെ അങ്ങനെ വരുന്ന പേരുകളാണ് നമുക്ക്. ഓക്കെ, ഈ മെത്തേഡുകളുടെയൊക്കെ പേരുകളൊന്ന് മനസ്സിലാക്കി വെക്കാം, നമുക്ക് നല്ലതായിരിക്കും. ചിലപ്പോൾ മേ ബി ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാം. capillary rise method is used to find or are used to identify the surface tension നമുക്ക് ചോദിക്കാം. ഓക്കെ, അടുത്തതിന് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഒരു ടേം ആണ് സർഫസ് എനർജി എന്ന് പറഞ്ഞാൽ. എന്താണ് സർഫസ് എനർജി എന്ന് നോക്കാം. ഓക്കെ, ഇറ്റ് മെഷേഴ്സ് ദ ബ്രേക്ക് ഡൗൺ ഓഫ് ഇന്റർമോളിക്കുലർ ബോണ്ട്സ് കോസ്ഡ് ബൈ ദ ഫോർമേഷൻ ഓഫ് സർഫസ്. സർഫസിന്റെ ഫോർമേഷൻ കാരണം ഉണ്ടാകുന്ന ആ ഒരു ഇന്റർമോളിക്കുലർ ബോണ്ടുകളുടെ ബ്രേക്ക് ഡൗണിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സർഫസ് എനർജി എന്ന് പറയുന്നത്.
Okay, surface free energy and interfacial energy are the other names for it. അപ്പോൾ surface energy യുടെ വേറെ പേരുകളാണ്. ഒന്ന് surface free energy, second one is the interfacial free energy ആണ്. Okay, it is defined as the work done per unit area by the force. ഒരു ഫോഴ്സ് ഒരു യൂണിറ്റ് ഏരിയയിൽ ചെയ്യുന്ന വർക്ക് done that forms new surface. ഒരു ന്യൂ സർഫേസ് ഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഫോഴ്സ് ചെയ്യുന്ന വർക്ക് done per യൂണിറ്റ് ഏരിയ ആണ് നമുക്ക് സർഫസ് എനർജി എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കൂ, നമുക്ക് രണ്ട് ഫിഗർ കാണിച്ചിട്ടുണ്ട്. ഇവിടെ drops of water on material with low surface energy അല്ലെങ്കിൽ non polar. ലോ സർഫസ് ഏരിയയിലുള്ള ഒരു മെറ്റീരിയൽ ആണ് ഇവിടെ നമുക്ക് ഹൈ സർഫസ് എനർജി ഉള്ള ഒരു മെറ്റീരിയലിലാണ് നമുക്ക് ഈ ഒരു ഡ്രോപ്സ് നിൽക്കുന്നത്. ഇത് രണ്ടിലും നമുക്ക് സർഫസ് എനർജിയുടെ ഡിഫറൻസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലെ. when the free surface area of liquid is increased, അപ്പോൾ ആ ഒരു സർഫസ് ഏരിയ, ആ ഒരു ലിക്വിഡിന്റെ ഫ്രീ സർഫസ് ഏരിയ നമ്മൾ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ effort must be done against the force of surface tension. അപ്പോൾ സർഫസ് ടെൻഷന് against ആയിട്ടുള്ള ഒരു എഫേർട്ട് നമ്മൾ അതിൽ അപ്ലൈ ചെയ്താൽ മാത്രമാണ് നമുക്ക് ആ ഒരു സർഫസ് ഏരിയ ഓഫ് ദ ലിക്വിഡ് നമുക്ക് ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, ദിസ് വർക്ക് ഈസ് സ്റ്റോർഡ് ആസ് ദ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ ലിക്വിഡ് സർഫേസ്. അപ്പോൾ ഈ ഒരു നമ്മൾ അപ്ലൈ ചെയ്യുന്ന ആ ഒരു വർക്ക് എന്ന് പറയുന്നത് അതിന്റെ ഒരു ലിക്വിഡ് സർഫേസിൽ ഒരു പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ആകും. ഓക്കെ, അപ്പൊ ഇത് എന്ത് ചെയ്യുന്നുണ്ട്, പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് ഏരിയ ഓഫ് ദ ഫ്രീ സർഫേസ് എന്ന് പറയുന്നത് ഇൻക്രീസ് ആകുന്നുണ്ട് അല്ലെ. അപ്പൊ ആ ഒരു ലിക്വിഡിന്റെ സർഫസ് എനർജി നമുക്ക് അതിന്റെ കൊണ്ട് ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അതിന് നമുക്ക് സർഫസ് എനർജിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് it is equal to surface tension into change in the surface area, that is ES is equal to T into del A ആണ്. ES എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് ES എന്ന് പറയുന്നത് നമുക്ക് സർഫസ് എനർജി ആണ്. ഓക്കെ, T എന്ന് പറയുന്നത് സർഫസ് ടെൻഷൻ ആണ്, del A എന്ന് പറയുന്നത് ആ ഒരു സർഫസ് ഏരിയയിൽ വരുന്ന ഇൻക്രീസ് ആണ്. ഓക്കെ, സോ SI യൂണിറ്റ് എന്താണ്, ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. ഡയമെൻഷൻ ഫോർമുല എന്ന് പറയുന്നത് m(T⁻²) ആണ് വരുന്നത്. ഇതാണ് സർഫസ് എനർജി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സർഫസ് ടെൻഷനിൽ വരുന്ന കുറച്ച് എക്സാമ്പിളുകൾ നോക്കാം. അതായത് സർഫസ് ടെൻഷനും സർഫസ് എനർജിയും റിലേറ്റഡ് ആണ്. ഓക്കെ, വാക്കിംഗ് ഓൺ വാട്ടർ, വെള്ളത്തിലൂടെ നടക്കുന്നത്, നീഡിൽ ഫ്ലോട്ട് ചെയ്യുന്നത്, സ്പെറിക്കൽ ഷേപ്പ് ഓഫ് വാട്ടർ ഡ്രോപ്ലെറ്റ്സ്, ഫയർ പോളിഷിംഗ് ഓഫ് ഗ്ലാസസ്, ദീസ് ആർ ദ എക്സാമ്പിൾസ് ഓഫ് സർഫസ് ടെൻഷൻ. ഓക്കെ, ദെൻ അടുത്ത നമ്മൾ നോക്കുന്നത് എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് സർഫസ് ടെൻഷനെ എഫക്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, if the solute is highly soluble in the fluid ഈ solute എന്ന് പറയുന്നത് ഒരുപാട് soluble ആണെങ്കിൽ സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത് ആ ഒരു ഫ്ലൂയിഡിന്റെ സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത് ഇൻക്രീസ് ആകും. ഓക്കെ, അപ്പൊ സൊല്യൂട്ട് എന്ന് പറയുന്നത് ആ ഒരു സോല്യൂബിൾ ഫ്ലൂയിഡിൽ നമുക്ക് സൊല്യൂട്ട് ലെസ് ആണെങ്കിൽ സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത് നമുക്ക് ഡിക്രീസ് ആകും. ഓക്കെ, അതേപോലെ തന്നെ ഡസ്റ്റ് പാർട്ടിക്കിൾസ് അതല്ലെങ്കിൽ എന്തെങ്കിലും ലൂബ്രിക്കന്റ് ആ ഒരു ഫ്ലൂയിഡിന്റെ സർഫസിൽ ഉണ്ടെങ്കിൽ സർഫസ് ടെൻഷൻ, ആ ഒരു ഫ്ലൂയിഡിന്റെ സർഫസ് ടെൻഷൻ റെഡ്യൂസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ഓക്കെ, അതേപോലെ ടെമ്പറേച്ചർ ഇൻക്രീസ് ആകുന്നതിനനുസരിച്ച് സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത് റെഡ്യൂസ് ആകും. ഓക്കെ, അപ്പോൾ ടെമ്പറേച്ചർ ഡിക്രീസ് ആകുമ്പോൾ സർഫസ് ടെൻഷൻ ഇൻക്രീസ് ആകും. സോ ദീസ് ആർ ദ ഫാക്ടേഴ്സ് വിച്ച് ആർ അഫക്റ്റിംഗ് ദ സർഫസ് ടെൻഷൻ. ഓക്കെ, അടുത്ത നമ്മൾ നോക്കുന്നത് ആപ്ലിക്കേഷൻ ഓഫ് സർഫസ് ടെൻഷൻ ഐഡിയാസ് ടു ഡ്രോപ്സ് ആണ്. ഓക്കെ, അപ്പൊ അതിൽ വരുന്ന ആപ്ലിക്കേഷൻ ഫസ്റ്റ് വരുന്നത് നോക്കും, നമുക്കറിയാം ഈ കൊതുകുകളൊക്കെ വെള്ളത്തിന്റെ മുകളിൽ ഇങ്ങനെ നടന്നു പോകുന്നത് നമുക്ക് അറിയാം. കാരണം ആ വെള്ളത്തിന്റെ ഉള്ളിലേക്ക് സിങ്ക് ആയി പോവില്ല. അപ്പൊ ഈ ഒരു മഴക്കാലത്തൊക്കെ ഡെങ്കു, മലേറിയ ഇതൊക്കെ അങ്ങനെ സ്പ്രെഡ് ആവുന്നത് എങ്ങനെയാ പറഞ്ഞാൽ ഈ പറയുന്ന അഴുക്ക് വെള്ളം കെട്ടി നിന്നിട്ടാണ് അല്ലെ. അതിൽ പോയിട്ട് ഈ കൊതുക് മുട്ടയിട്ടിട്ടും അങ്ങനെ സ്പ്രെഡ് ആയിട്ടാണ്. ഈ പറയുന്ന കൊതുക് എന്ന് പറയുന്നത് അതിൽ ആ ഒരു സർഫസ് ടെൻഷൻ ഉള്ളത് കൊണ്ട് ഈ വെള്ളത്തിലേക്ക് അത് മുങ്ങിപ്പോവില്ല. ഓക്കെ, അപ്പൊ എപ്പോഴാണോ ഈ കൊതുകിന്റെ ആ ഒരു ലെഗ് അതിൽ ടച്ച് ആകുന്നത്, ആ ഒരു ലിക്വിഡ് സർഫേസിൽ ടച്ച് ആകുന്നത്, ആ സർഫസ് എന്ന് പറയുന്നത് ഒരു കോൺകേവ് ആകും. ആ ഒരു മൊസ്കിറ്റോസിന്റെ വെയിറ്റ് കാരണം അതൊരു കോൺകേവ് ആവുകയും അത് അതിലേക്ക് സിങ്ക് ആവാതിരിക്കുകയും ചെയ്യുകയാണ്. ആ ഒരു റീസൺ കാരണമാണ് ഈ പറയുന്ന കൊതുകിന്റെ ആ ഒരു മുട്ട കൂടുതലായിട്ട് സ്പ്രെഡ് ആകുന്നതും ആ ഒരു അസുഖങ്ങൾ കൂടാനുള്ള ചാൻസസ് വരുന്നതും കാരണം. ഓക്കെ, നമ്മൾ പറയും ഈ മഴക്കാലങ്ങളിൽ ഇങ്ങനെ വെള്ളം കെട്ടിക്കിടക്കാതെ നിൽക്കണം, അത് തട്ടിക്കളയാൻ പാടില്ല, അതൊക്കെ ഇതിന്റെ ഒരു റീസൺ ആയിട്ട് തന്നെയാണ്. ഓക്കെ, അടുത്തത് ഡിറ്റർജൻസ്. ഓക്കെ, ഈ ഒരു സർഫസ് ടെൻഷൻ ഡിറ്റർജന്റ് തമ്മിലുള്ളത് എങ്ങനെയാ പറഞ്ഞാൽ ഈ ഡിറ്റർജൻസ് എന്ത് ചെയ്യുന്നുണ്ട്, തുണികളിൽ ഉണ്ടാകുന്ന ആ ഒരു ഓയിലി സ്റ്റെയിൻസ് ഒക്കെ ഉണ്ടാവില്ല, അതൊക്കെ റിമൂവ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു ക്ലീനിങ് ഏജന്റ് ആയിട്ട് വാട്ടർ യൂസ് ചെയ്യുന്നുണ്ട്. കാരണം എന്താ പറഞ്ഞാൽ വാട്ടറിന്റെ സർഫസ് ടെൻഷൻ, അതായത് സർഫസ് ടെൻഷൻ ഓഫ് വാട്ടർ എന്ന് പറയുന്നത് വളരെ കുറവാണ്. അതായത് സോപ്പും ഡിറ്റർജന്റിനേക്കാളൊക്കെ നോക്കുമ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവാണ്. അപ്പൊ അതൊക്കെ നമുക്ക് ഈ പറയുന്ന വാട്ടർ എന്ന് പറയുന്ന ഒരു ക്ലീനിങ് ഏജന്റ് ആയിട്ടൊക്കെയാണ് നമ്മളിതിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് വരുന്ന ആപ്ലിക്കേഷൻ ഓഫ് സർഫസ് ടെൻഷൻ ഐഡിയാസ് ടു ഡ്രോപ്സ് എന്ന് പറയുന്നത്. അടുത്തൊരു ടേം ആണ് വിസ്കോസിറ്റി എന്ന് പറയുന്നത്.
ഓക്കെ. വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലൂയിഡിന്റെ ഒരു ഇമ്പോർട്ടന്റ് പ്രോപ്പർട്ടി ആണ്. ഓക്കെ, ദാറ്റ് ഈസ് വിർച്യൂ ഓഫ് ഈസ് വിച്ച് ഒപ്പോസ് ദ റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ ദ അഡ്ജസന്റ് ലെയേഴ്സ്. അഡ്ജസന്റ് ലെയേഴ്സുകൾ തമ്മിലുണ്ടാകുന്ന ഒരു റിലേറ്റീവ് മോഷനെ ഒപ്പോസ് ചെയ്യുന്ന ഒരു ഫോഴ്സ് ആണ് നമുക്ക് വേണമെങ്കിൽ വിസ്കോസിറ്റി എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടി ഓഫ് ഫ്ലൂയിഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, ഇറ്റ് ഈസ് ദ മെഷർ ഓഫ് ഫ്ലൂയിഡ്സ് റെസിസ്റ്റൻസ് ടു ഫ്ലോ. ഫ്ലൂയിഡിന്റെ ഫ്ലോയ്ക്ക് ഒരു റെസിസ്റ്റൻസ് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് വിസ്കോസിറ്റിനെ പറയാം. ഓക്കെ, അതിന്റെ ഒരു യൂണിറ്റ് SI യൂണിറ്റ് എന്ന് പറയുന്നത് പോയ്സലെ എന്ന് പറയാം, PI. അതർ യൂണിറ്റ്സ് എന്ന് പറയുന്നത് ന്യൂട്ടൺ പെർ സെക്കൻഡ് അല്ലെങ്കിൽ സ്ക്വയർ മീറ്റർ ആണ് വരുന്നത്, അതല്ലെങ്കിൽ പാസ്കൽ സെക്കൻഡ്സ് ആണ് വരുന്നത്. ഓക്കെ, ഈ വിസ്കോസിറ്റി, ഒരു ലിക്വിഡിന്റെ വിസ്കോസിറ്റി ഡിക്രീസ് ആകും, ആ ഒരു ടെമ്പറേച്ചർ ഇൻക്രീസ് ആകുന്നതിനനുസരിച്ച് വിസ്കോസിറ്റി ഡിക്രീസ് ആകും. അതേപോലെ തന്നെ വിസ്കോസിറ്റി ഓഫ് ഗ്യാസസ് ഇൻക്രീസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. ഓക്കെ, ലിക്വിഡിന്റെ കേസസിൽ വിസ്കോസിറ്റി എന്ന് പറയുന്നത് ടെമ്പറേച്ചറുമായിട്ട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനിലാണ്, എന്നാൽ ഗ്യാസസിന്റെ കേസിൽ ദേ ആർ ഡയറക്ട്ലി പ്രൊപ്പോർഷനിലാണ്. ഓക്കെ, അപ്പോൾ ഒരു ലിക്വിഡ് ഹീറ്റിംഗിൽ ലിക്വിഡ് ഫ്ലോ മോർ ഈസിലി ആയിരിക്കും. ഓക്കെ, പക്ഷെ ഗ്യാസസ് എന്ന് പറയുന്നത് സ്ലോലി ആയിട്ടായിരിക്കും നമുക്ക് മൂവ് ചെയ്യുന്നത്. കാരണം എന്താണ്? വിസ്കോസിറ്റി ഡസ് നോട്ട് ചേഞ്ച് ആസ് ദ amount of matter change, therefore it is an intensive property. അപ്പൊ നമുക്ക് ടെമ്പറേച്ചറിനനുസരിച്ചിട്ട് ടെമ്പറേച്ചർ ഇൻക്രീസ് ആകുമ്പോൾ വിസ്കോസിറ്റി ഓഫ് ലിക്വിഡ് ഡിക്രീസ് ആകും, എന്നാൽ ഗ്യാസസിന്റെ കേസിൽ രണ്ടും ഇൻക്രീസ് ആകും. ഓക്കെ, അപ്പൊ വിസ്കോസിറ്റി എന്ന് പറയുന്നത് നമ്മുടെ amount of matter ചേഞ്ച് ആകുന്നതിനനുസരിച്ച് വിസ്കോസിറ്റിയിൽ ചേഞ്ചസ് വരുന്നില്ല, ബിക്കോസ് ഇറ്റ് ഈസ് ആൻ ഇന്റൻസീവ് പ്രോപ്പർട്ടി ഓഫ് ദ ലിക്വിഡ് അല്ലെങ്കിൽ ഫ്ലൂയിഡ് എന്ന് പറയാം. ഓക്കെ, ഇനി നമുക്ക് വിസ്കോസിറ്റിയും അതുപോലെ തന്നെ സോളിഡ് ഫ്രിക്ഷനും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്താന്ന് നോക്കാം, അല്ലെങ്കിൽ ഒരു കമ്പാരിസൺ എന്താന്ന് നോക്കാം. It is the internal friction as the layer exerting the friction force is internal to the liquid. ഇതൊരു ഇന്റേണൽ ഫ്രിക്ഷൻ ആണെന്ന് പറയാം നമുക്ക് വിസ്കോസിറ്റിന്. ഓക്കെ, അതായത് ആ ഒരു ലെയർ എക്സേർട്ടിംഗ് ഫ്രിക്ഷൻ ഫോഴ്സ് എക്സേർട്ട് ചെയ്തത് അത് നമ്മൾ ഇന്റേണലി ടു ദ ലിക്വിഡ് ആണ്. എന്നാൽ സോളിഡ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ഒരു എക്സ്റ്റേണൽ ഫ്രിക്ഷൻ ആണ്. ഓക്കെ, ഇറ്റ് ഈസ് ആൻ എക്സ്റ്റേണൽ ബോഡി കാരണം ഉണ്ടാകുന്നതാണ് സോളിഡ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. The viscous force is directly proportional to the surface area of contact of liquid layers. The contact of liquid layers in the surface area ആയിട്ട് directly proportional ആണ് viscous force എന്ന് പറയുന്നത്. ഇവിടെ എന്ന് പറയുന്നത് solid friction എന്ന് പറയുന്നത് ആ ഒരു solid surface ആയിട്ട് ഇൻഡിപെൻഡന്റ് ആണെന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ the viscous force എന്ന് പറയുന്നത് directly proportional ആണ് എന്തിന്? relative velocity between two layers of liquid. രണ്ട് layers of liquidന്റെ ആ ഒരു relative velocityക്ക് directly proportional ആണ്. ഇവിടെ it is independent ആണെന്ന് നമുക്ക് പറയാം. Okay, it does not depend on the normal reaction between two layers of the liquid. ഒരു ലിക്വിഡിന്റെ രണ്ട് ലെയേഴ്സുകൾ തമ്മിലുണ്ടാകുന്ന നോർമൽ റിയാക്ഷൻ ഇൻഡിപെൻഡന്റ് ആണ്. ഇത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. സോളിഡ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് നോർമൽ റിയാക്ഷൻ, ആ ഒരു സർഫേസ് ഇൻ കോണ്ടാക്ട് ആയിട്ട് വരുന്ന നോർമൽ റിയാക്ഷന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് പറയാം, ബിക്കോസ് ഇറ്റ് ഈസ് ആൻ എക്സ്റ്റേണൽ ഫോഴ്സ് ആണ്, അല്ലെ? അടുത്ത നമ്മൾ നോക്കുന്നത് കാപ്പിലാരിറ്റി ആണ്. കാപ്പിലാരിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ആൻ ഇൻവിസിബിൾ ഫോഴ്സ് ദാറ്റ് വർക്ക് അഗെയിൻസ്റ്റ് ദ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി. ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഇൻവിസിബിൾ ഫോഴ്സ് ആണ് കാപ്പിലാരിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് പുഷസ് ദ ലിക്വിഡ് അപ്പ് ഇൻ എ ട്യൂബ് ഓർ നാരോ പൈപ്പ്. ഒരു ട്യൂബിലൂടെ അല്ലെങ്കിൽ ഒരു നാരോ പൈപ്പില് ഇത് എന്ത് ചെയ്യുന്നുണ്ട്? ലിക്വിഡിനെ പുഷ് ചെയ്താണ്. ഓക്കെ, അത് എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു പുഷ് ലിക്വിഡിന്റെ കാപ്പിലാരി ആക്ഷൻ ഇൻക്രീസ് ആകുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആ ഒരു ലിക്വിഡിനെ നമ്മൾ പറയുന്നതാണ് കാപ്പിലാരി വാട്ടർ എന്ന്. ബിക്കോസ് വാട്ടർ ഫ്ലോസ് ദ പ്രിൻസിപ്പിൾ ഓഫ് കാപ്പിലാരിറ്റി. കാപ്പിലാരിറ്റി പ്രിൻസിപ്പിൾ വഴിയായിട്ടാണ് ആ ലിക്വിഡ് വർക്ക് ഫ്ലോ ചെയ്ത് ഒഴുകുന്നതെങ്കിൽ നമുക്ക് ആ ഒരു വെള്ളത്തിനെ അല്ലെങ്കിൽ ആ ഒരു ലിക്വിഡിനെ എന്താ പറയാം? കാപ്പിലാരി വാട്ടർ എന്ന് പറയാം. ഓക്കെ, it is the ability of liquid to move through a second liquid due to attraction. ഒരു അട്രാക്ഷൻ കാരണം, സെക്കൻഡ് ലിക്വിഡിന്റെ അട്രാക്ഷൻ കാരണം ഫസ്റ്റ് ലിക്വിഡ് മൂവ് ചെയ്യുന്ന ആ ഒരു എബിലിറ്റിനെയാണ് കാപ്പിലാരിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇതെന്ന് പറയുന്നത് ഫിസിക്സിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സിന്റെ ഒരു ഫണ്ടമെന്റൽ ഫിസിക്കൽ പ്രോപ്പർട്ടി ആണെന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഇറ്റ് ക്യാൻ ബി defined as the rate at which liquid moves across a surface or between two surfaces. രണ്ട് സർഫേസുകൾ അതല്ലെങ്കിൽ ഒരു സർഫേസിലൂടെ ലിക്വിഡ് മൂവ് ചെയ്യുന്ന ആ ഒരു റേറ്റ് എത്രത്തോളം റേറ്റിലാണോ മൂവ് ചെയ്യുന്നത് അതിനെയാണ് നമുക്ക് കാപ്പിലാരിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ കാപ്പിലറി ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫോഴ്സ് ഓർ ആൻ എഫർട്ട് മെയ്ഡ് ടു പുഷ് ദ ലിക്വിഡ് ബൈ ഫൈറ്റിംഗ് ദ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. ആ ഒരു ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഓഫ് അട്രാക്ഷന് എഗെയിൻസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ എഫേർട്ട് ചെയ്യാൻ നമ്മൾ കൊടുക്കുന്ന ഒരു എഫേർട്ട് അല്ലെങ്കിൽ ഒരു ഫോഴ്സ് ആണ്, അതിനെയാണ് കാപ്പിലറി ആക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു സർട്ടൈൻ amount ഓഫ് ടൈമിൽ ഈ ലിക്വിഡ് എന്ത് ചെയ്യുന്നുണ്ട്? ഫോളോ ചെയ്യും. ദാറ്റ് മീൻസ് ഒരു ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്യാൻ ആ ഒരു ഗ്രാവിറ്റേഷൻ ഫോഴ്സിന് അഗെയിൻസ്റ്റ് ആയിട്ടായിരിക്കും. ഓക്കെ, ആ ഫോഴ്സ് ഒക്യൂർസ് വെൻ ലിക്വിഡ് ഫേസസ് സർഫസ് ടെൻഷൻ. ഒരു സർട്ടൈൻ ടൈം കഴിഞ്ഞെങ്കിൽ ലിക്വിഡ് ഫോളോ ചെയ്യും. അത് എന്തുകൊണ്ടാണ്? ബിക്കോസ് ഓഫ് ദി സർഫസ് ടെൻഷൻ കാരണമാണ്. ഓക്കെ, അതാണ് കാപ്പിലറി ആക്ഷൻ എന്ന് പറയുന്നത്.
ഇനി എവിടെയൊക്കെയാണ് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻസ് വരുന്നത് നോക്കാം. കാപ്പിലാരിറ്റിയുടെ ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ യൂസസ് എവിടെയൊക്കെയാണ് വരുന്നത് നോക്കിയിട്ടുണ്ടെങ്കിൽ ലൂബ്രിക്കന്റ് ഓയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു പാർട്ടുകൾ ഈസി ആയിട്ട് സ്പ്രെഡ് ചെയ്യുന്നുണ്ട് അല്ലെ. കാരണം അവിടെ നമുക്ക് ലോ സർഫസ് ടെൻഷൻ ഉള്ളതുകൊണ്ട് ലൂബ്രിക്കന്റ് ഓയിൽ ഈസി ആയിട്ട് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ കോട്ടൺ ഡ്രസ് ആർ പ്രിഫേർഡ് ഇൻ സമ്മറുകളിൽ നമ്മൾ കൂടുതലായിട്ട് കോട്ടൺ ഡ്രസ്സാണ് പ്രിഫർ ചെയ്യുന്നത്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ കോട്ടൺ ഡ്രസ്സിന് ഫൈൻ പോർസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് കാപ്പിലറി ഫോർ സ്വെറ്റ്, ആ ഒരു വേർപ്പിനെ സ്വെറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ആ ഒരു സ്വെറ്റിന് നമുക്ക് കാപ്പിലറീസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് വെള്ളം നമുക്ക് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാനായിട്ട് നമുക്ക് ബോഡിയിൽ നിന്ന് മൂവ് ചെയ്ത് പോകാനായിട്ട് ഈസി ആയിട്ട് പറ്റും. ഓക്കെ, അതേപോലെ തന്നെ dirt get removed when detergents are added while washing clothes because surface tension of water is reduced. അപ്പോൾ നമുക്ക് അഴുക്കൊക്കെ ഒരു ഡ്രസ്സുകൾ വാഷിംഗ് ക്ലോത്തുകളിലൊക്കെ നമുക്ക് അഴുക്കുണ്ടെങ്കിൽ നമ്മൾ ഡിറ്റർജൻസ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം നമ്മളിത് ആഡ് ചെയ്യുന്നത് വഴി നമ്മുടെ സർഫസ് ടെൻഷൻ റെഡ്യൂസ് ആവുന്നുണ്ട്. ഓക്കെ, അതേപോലെ നമ്മൾ ഇങ്ക് അബ്സോർബ് ചെയ്യാനായിട്ട് ഒരു ബ്ലോട്ടിംഗ് പേപ്പർ യൂസ് ചെയ്യുന്നുണ്ട്. കാരണം അതൊരു ക്ലാപ്പിലറി ആക്ഷൻ ഉണ്ട് ആ ഒരു പേപ്പറിനുണ്ട് അല്ലെ. ബ്ലോട്ടിംഗ് പേപ്പർ എന്ന് പറയുന്നത് കൂടുതൽ പോറസ് ആണ്. അപ്പൊ നമ്മൾ ആ ഒരു ഇങ്കിന്റെ മുകളിൽ നമ്മളത് പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ആ ഒരു ഇങ്ക് എന്ത് ചെയ്യുന്നുണ്ട്, പോർസ് വഴി നമുക്ക് അത് വലിച്ചെടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ എന്താ പറ്റുന്നുണ്ട്, ആ ഇങ്കുകളൊക്കെ നമുക്ക് ഈസി ആയിട്ട് അബ്സോർബ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ഓയിൽ ഇൻ വിക്ക് ഓഫ് ലാമ്പ് ഈസ് ഡ്യൂ ടു കാപ്പിലറി ആക്ഷൻ ആണ്. ഓക്കെ, ആ ഒരു വിക്ക് ഓഫ് ഓയിൽ ആ ഒരു ലാമ്പിന്റെ വിക്കിൽ ഉണ്ടാകുന്ന കാപ്പിലറി ആക്ഷൻ കാരണമാണ് നമുക്ക് അവിടെ വരുന്നത്. ഓക്കെ, അതേപോലെ one end of the towel is dipped into bucket of water and the other end hangs over the bucket. The entire towel soon becomes wet due to capillary action. അപ്പോൾ നമ്മളൊരു തോർത്ത് നമ്മളൊരു ബക്കറ്റിൽ പകുതിയോളം മുക്കിയിട്ടിട്ട് നെക്സ്റ്റ് താഴത്തേക്ക് ഇട്ടിരിക്കുകയാണ്. കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും ഈ വെള്ളമൊക്കെ നമ്മുടെ ഇപ്പുറത്തേക്ക് എത്തിയിട്ടുണ്ട് ബിക്കോസ് ഓഫ് കാപ്പിലറി ആക്ഷൻ. ഇതൊക്കെ നമ്മുടെ ഡേ ലൈഫ് ആക്ഷൻസ് ആണ്. നമുക്കൊന്നും അറിയില്ലായിരിക്കാം മേ ബി ഇത് എന്തുകൊണ്ടാണെന്നുള്ളത് നമുക്ക് അറിയുന്നുണ്ടാവില്ല. ബിക്കോസ് ഓഫ് കാപ്പിലാരിറ്റി ആണ് അല്ലെ. ഇതൊക്കെ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ കാണുന്ന എക്സാമ്പിളുകളാണ്. അതേപോലെ തന്നെ നോക്കൂ, the supply of water to the leaves at the top of even a tall tree is through capillary rise. അപ്പോൾ നമ്മൾ നോക്കും, ഒരു വലിയൊരു മരമാണെങ്കിലും അവിടേക്കൊക്കെ ഈ വെള്ളം എത്തുന്നത് എങ്ങനെയാണ്, ഈ ഒരു കാപ്പിലറി ആക്ഷൻ ആണ് അല്ലെ. അതുപോലെ ഫാബ്രിക് ക്യാൻ ബി വാട്ടർ പ്രൂഫ് അല്ലെ, വാട്ടർ പ്രൂഫ് ആണ് ബൈ ആഡിങ് സ്യൂട്ടബിൾ വാട്ടർ പ്രൂഫിംഗ് മെറ്റീരിയൽസ് ടു ഫാബ്രിക്. ഫാബ്രിക്കിലേക്ക് നമുക്ക് ഒരു സ്യൂട്ടബിൾ വാട്ടർ പ്രൂഫിംഗ് മെറ്റീരിയൽ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കതൊരു വാട്ടർ പ്രൂഫ് ആയിരിക്കും. ഇത് അഡീഷൻ ഇൻക്രീസ് ദ ആംഗിൾ ഓഫ് കോണ്ടാക്ട് thereby മേക്കിംഗ് ദ ഫാബ്രിക് വാട്ടർ പ്രൂഫ് ആണ്. ഓക്കെ, ഇത്രയും ആപ്ലിക്കേഷൻസ് ആണ് നമ്മൾ ഡേ ബൈ ഡേ കാണുന്ന ആപ്ലിക്കേഷൻസ് ആണ് കൂടുതലായിട്ട് അല്ലെ. ഇതൊക്കെ എന്തുകൊണ്ടാണ്, ബിക്കോസ് ഓഫ് ദി കാപ്പിലാരിറ്റി ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും ടോപ്പിക്കുകളാണ് നമുക്ക് ഈ ഒരു മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഒരു MCQ കൂടി നമ്മൾ ഇതിന്റെ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. താങ്ക് യു.